അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റിഫ്രാക്ഷൻ ബൈ എ ലെൻസ്. ഒരു ലെൻസിൻ്റെ റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ലെൻസ് ഉണ്ടാക്കുന്നവർ ഉപയോഗിക്കുന്ന ഫോർമുല, അതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. വളരെ ഈസിയായി, വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുൻപ് ചില അസംഷൻസ് ഈ കാര്യത്തിലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. സെർട്ടൈൻ അസംഷൻസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ കാര്യം, ലെൻസ്, ഞാൻ ഈ ലെൻസ് മാത്രം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ വരാം. ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സർഫസസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ, അതേപോലെ തന്നെ സർഫസിൻ്റെ പോൾ, ഇത് ഓൾമോസ്റ്റ് ഒരേ പോയിൻ്റ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് പോൾ എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റാണ് പോൾ, ഈ പോയിൻ്റാണ് പോൾ. ഇത് ആക്ച്വലി ദർ ഈസ് എ സ്മോൾ ഡീവിയേഷൻ, ബട്ട് വി ആർ കൺസിഡറിങ്, അസംഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ദിസ് പോയിൻ്റ് വിൽ ബി ഈക്വൽ ടു ദിസ്, ദിസ് പോയിൻ്റ് വിൽ ബി ഈക്വൽ ടു ദിസ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന കാര്യം. ഓക്കെ, ദെൻ അടുത്ത കാര്യം, ദ അപ്പറേച്ചർ ഓഫ് ലെൻസ് ഈസ് വെരി സ്മോൾ. ഒന്നാമത്തെ കാര്യം, ദ ഡിസ്റ്റൻസ് ഫ്രം പോൾ, ഓൾ ദ ഡിസ്റ്റൻസ് ഫ്രം പോൾ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. അല്ലെ, പോള് തന്നെയാണ് ഒപ്റ്റിക് സെൻറ്റർ, പോള് തന്നെയാണ് ഒപ്റ്റിക് സെൻറ്റർ. അതാണ് ആദ്യത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, അപ്പറേച്ചർ ഈസ് വെരി സ്മോൾ. അപ്പറേച്ചർ വളരെ ചെറുതാണ്, അപ്പറേച്ചർ ഈസ് വെരി സ്മോൾ. രണ്ടാമത്തെ കാര്യം. ദെൻ അടുത്ത കാര്യം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ് ഓൺ ദ പ്രിൻസിപ്പിൾ ആക്സിസ്. പ്രിൻസിപ്പിൾ ആക്സിസിലെ ഒരു പോയിൻ്റാണ് ഒബ്ജക്റ്റ്. മൂന്നാമത്തെ അസംഷൻ. നാലാമത്തെ അസംഷനിലേക്ക് പോകുമ്പോൾ, ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ മേക്സ് സ്മോൾ ആംഗിൾസ് വിത്ത് പ്രിൻസിപ്പിൾ ആക്സിസ്. നാലാമത്തെ അസംഷൻ. അഞ്ചാമത്തെ അസംഷനിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം O is the object. അവിടെ വെച്ച് തന്നെ ഒരു വെർച്വൽ ഇമേജ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ, അല്ലെ ലെൻസിന് രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ഞാൻ അതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഫെറിക്കൽ സർഫസ്, രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസ്. ഈ ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം O എന്നുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ ഇമേജ്, എങ്ങനെയുള്ള ഇമേജ്? ആക്ച്വലി ഈ കേസിൽ ആ ഇമേജ് കാണാൻ പറ്റുന്നില്ല, ഇറ്റ്സ് എ വെർച്വൽ ഇമേജ്. ആ ഇമേജ് ദാ ഇവിടെ ചെന്നപ്പോൾ സെക്കൻഡ് സ്ഫെറിക്കൽ സർഫസിൽ തട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇമേജാണ് സെക്കൻഡ് സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. രണ്ട് സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസിലെ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഇമേജ് ഉണ്ടാവുന്നു. ആ ഇമേജ് I1 ആണ് രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്, ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഇതിൽ നിന്ന് ലൈറ്റ് വന്ന് ഇവിടെ ചെന്നപ്പോൾ ഒരു ഇമേജ് ഉണ്ടായി. എങ്ങനത്തെ ഇമേജ് ഉണ്ടായി? വെർച്വൽ ഇമേജ് ഉണ്ടായി. ആ ഇമേജാണ് ദാ ഇവിടേക്ക് ചെല്ലുന്നത്. അതാണ് രണ്ടാമത്തേതിലെ ഒബ്ജക്റ്റായിട്ട് മാറുന്നത്, ഒബ്ജക്റ്റ്. So, after that, second spherical surface ഒരു ഇമേജ് ഫോം ചെയ്തു. ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഇമേജ്. സോ ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റ്, ഒരു ഇമേജ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇമേജാണ് രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ എന്തായി മാറുന്നത്? ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. എന്നിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദീസ് ആർ ദ അസംഷൻസ്. ഒന്ന്, ഒപ്റ്റിക് സെൻറ്ററും പോളും ഒരേ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പറേച്ചർ റിഫ്ലക്റ്റിംഗ് സർഫസ് വളരെ ചെറുതാണ്. ഒബ്ജക്റ്റ് പോയിൻ്റാണ്, പ്രിൻസിപ്പൽ ആക്സിസിലാണ് ഇരിക്കുന്നത്.
പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും വളരെ ചെറിയ ആംഗിളാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് ഒന്നാമത്തെ അല്ലെങ്കിൽ ലെൻസിന് 2 സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ഒന്നാമത്തെ സർഫസിനെ സംബന്ധിച്ചിടത്തോളം O ഈസ് ദ ഒബ്ജക്റ്റ്. അതിൻ്റെ ഇമേജാണ് രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒബ്ജക്റ്റായിട്ട് മാറുന്നത്. അപ്പം രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം, രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ വെർച്വൽ ഇമേജാണ് എന്ത്, രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒബ്ജക്റ്റ്. ആഫ്റ്റർ ദാറ്റ് റിയൽ എക്സാക്ട്ലി ഇമേജ് ആയി ഫോം ചെയ്തു. നമുക്കത് ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം ഡെറിവേഷനിലേക്ക് പോകാം. ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ച് O ഈസ് ദ ഒബ്ജക്റ്റ്. O ഈസ് ദ ഒബ്ജക്റ്റ് പോയി I1 ഈസ് ദ ഇമേജ്. സോ ഫോർ ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസ് അവിടെ ഒരു കാര്യം കൂടി നമുക്കറിയാനുണ്ട്. ഈ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്, ഇതിൻ്റെയും N1 ആണ്, ഗ്ലാസിൻ്റെ N2 ആണ്. സോ ദിസ് വൺ N1 ഗ്ലാസിൻ്റെ ഉൾഭാഗമാണ്, പുറത്തല്ല, ഉൾഭാഗമായിട്ട് കാണിച്ചിരിക്കുന്നു N2. ഇത് ഗ്ലാസിൻ്റെ ഉൾഭാഗമാണ്, പുറത്തല്ല കേട്ടോ. ദെൻ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആണ്. പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് U ആണ്. പോളിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം, സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം R1 ആണ്. ഫസ്റ്റത്തെ സർഫസ് ആയതുകൊണ്ട് R1. ദെൻ പോളിൽ നിന്ന് ഫസ്റ്റത്തെ സ്ഫെറിക്കൽ സർഫസിൻ്റെ വെർച്വൽ ഇമേജിലേക്കുള്ള ദൂരം V1 ആണ്. ദെൻ ലൈക്ക് ദാറ്റ് ഇവിടേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം I1 ഈസ് കൺസിഡർ ആസ് ദ ഒബ്ജക്റ്റ്. I1 ആണ് ഒബ്ജക്റ്റ്. അത് ചെന്ന് തട്ടി I ഈസ് ദ എക്സാക്റ്റ് ഇമേജ്. അപ്പോൾ രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഫോർ സെക്കൻഡ് സ്ഫെറിക്കൽ സർഫസ് I1 ഈസ് കൺസിഡർ ആസ് ദ ഒബ്ജക്റ്റ്. സോ V1, ദിസ് ഈസ് V, ദിസ് ഈസ് R2. ഒക്കെ നമ്മൾ ഇവിടെ N2 ഗ്ലാസിൻ്റെ ആണ്, N2 ഇതിൻ്റെ N1, പുറത്തത് N1. ഇതാണ് നമുക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് എക്സ്പ്ലനേഷൻ. നമ്മൾ പഠിച്ച കാര്യം നമ്മളത് ഓർത്ത് നോക്കുകയാണ്. ഫോർ സ്ഫെറിക്കൽ സർഫസ് ഇക്വേഷൻ വിൽ ബി N2 ബൈ U, അല്ല V ആണ്, N2 ബൈ V മൈനസ് N1 ബൈ U ഈക്വൽ ടു N2 minus N1 by R. This is the equation as we already studied for ആരുടെ കാര്യത്തിൽ, സ്ഫെറിക്കൽ സർഫസ്. ഇവിടെ 2 സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. സോ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫോർ ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസ്, ഒന്നാമത്തെ സ്ഫെറിക്കൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം N2 സെക്കൻഡ് മീഡിയം, ദിസ് ഈസ് N2 by V. V is V1. നമുക്ക് അവിടെ തന്നെ കാർട്ടീഷ്യൻ സൈൻ അപ്ലൈ ചെയ്യാം. V1 ഈ സൈഡിലായതുകൊണ്ട് ഇറ്റ് ഈസ് പ്ലസ് മൈനസ് N1 ഫസ്റ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ U ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഈ സൈഡിലോട്ട് കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം പ്രകാരം ദിസ് ഈസ് മൈനസ് U ഈക്വൽ ടു N2 minus N1 by R is, this is R, center of curvature in R, this is plus R1. നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തതാണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ഒബ്ജക്റ്റ് ചെന്നു, ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓൾറെഡി. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഇത് നോർമൽ എന്ന് പറയുന്നത്. നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ I1, നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ, അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ, റിഫ്ലക്റ്റഡ് അല്ല റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ R1. സോ നമുക്ക് കൃത്യമായിട്ട് വാല്യൂസ് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഫസ്റ്റത്തെ വാല്യൂ എടുത്തു, സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചു. N2 ബൈ V1 മൈനസ് പ്ലസ് ആക്കി എഴുതും. N2 ബൈ V1 പ്ലസ് N1 ബൈ U, this minus plus equal to N2 minus N1 by R1. First equation form ചെയ്തു. For this surface
സെക്കൻഡ് മീഡിയം n2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയം, ഇവിടെ അത് n1 ബൈ, കാരണം n2 എന്ന് പറയുമ്പോൾ ഇവിടെ ചാടി എഴുതരുത്, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സെക്കൻഡ് മീഡിയം ബൈ അതിലെ, അപ്പോൾ എന്താണ് n2 ബൈ വി ആണ് മൈനസ് അല്ലേ, n2 ബൈ വി ഇമേജ് ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡ് ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ ഈ സർഫസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഇമേജ് ഡിസ്റ്റൻസ്. ആ സർഫസിൻ്റെ ഫൈനൽ ഇമേജ് വി ഐ ആണ്, ഐയിലേക്കുള്ള ദൂരം വി ആണ്, v1 അല്ല. n1 ബൈ വി മൈനസ് ഫസ്റ്റ് മീഡിയം n2 ബൈ ആ യു ആണ് വേണ്ടത്, ഇവിടെ യു ആയിട്ട് ആക്ട് ചെയ്യുന്നത് v1 ആണ്. v1 സൈൻ കൊടുക്കുമ്പോൾ ദിസ് ഈസ് പ്ലസ്, ദിസ് ഈസ് ഓൾസോ പ്ലസ്, ഈക്വൽ ടു n2 മൈനസ് n1 അപ്പോൾ എന്താ n1 മൈനസ് n2. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ, സെക്കൻഡ് മീഡിയം ബൈ മൈനസ് ഫസ്റ്റ് മീഡിയം, ബ്രാക്കറ്റ് കൊടുക്കണമെന്നില്ല, ഡിവൈഡഡ് ബൈ r എന്നാണ് വേണ്ടത്, ഇതിൻ്റെ r മൈനസ് r2 ആണ്, ഈ സൈഡിലോട്ടായതുകൊണ്ട് മൈനസ് r2 ആണ്. സോ ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു, n1 ബൈ വി മൈനസ് n2 ബൈ v1, ഈ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ n2 മൈനസ് n1 ബൈ മൈനസ് r2. സോ ദിസ് ടേം വിൽ ബി പോസിറ്റീവ്. എന്താ ചെയ്തത്, ഇതിനെ തിരിച്ചിട്ട് മൈനസ് പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ n1 ഒരു മൈനസ് ഉണ്ട്, n2 മൈനസ് പുറത്തേക്ക് പോയി. സോ ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്. സോ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി ഭംഗിയാക്കി എഴുതുന്നു, n2 മൈനസ് n1 ബൈ r2 എന്നായി മാറി. മൈനസ് ഇവിടെ പുറത്തെടുത്ത കാര്യം മറക്കരുത്. ദിസ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് സർഫസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് സർഫസിനെ ബേസ് ചെയ്ത് ഈ ഇക്വേഷനും സെക്കൻഡ് സർഫസിനെ ബേസ് ചെയ്ത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതും തമ്മിൽ ആഡ് ചെയ്യാണ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു, എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കണം. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ രണ്ട് സർഫസിൻ്റെയും കാര്യങ്ങൾ കഴിഞ്ഞു. സോ നമ്മൾ പതുക്കെ അത് മാച്ച് കളയുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, n2 ബൈ v1 ഇവിടെ മൈനസ് ടേം ഉണ്ട്, സോ ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് n1 ബൈ u, ഈ ടേം പോയി, ബാക്കിയുള്ളത് n1 ബൈ u, അവിടെ പ്ലസ് n1 ബൈ v ഈക്വൽ ടു എന്തുണ്ട്, n2 ഇത് പ്ലസ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ഔട്ട്സൈഡ് ചെയ്യാം. കോമൺ ഏതാണ്, n2 മൈനസ് n1 കോമൺ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് 1 ബൈ r1 പ്ലസ് 1 ബൈ r2 എന്നുള്ളതാണ് പിന്നെയുള്ള കാര്യം. നമുക്ക് ഇത്രയും കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ടേമും ക്യാൻസലായിപ്പോയി, കാരണം ഇതിവിടെ പ്ലസ് അവിടെ മൈനസ് ക്യാൻസലായിപ്പോയി. n1 ബൈ u പ്ലസ് n1 ബൈ v, n2 മൈനസ് n1 പുറത്തെടുത്തു, 1 ബൈ r1 പ്ലസ് 1 ബൈ r2. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മൾ എടുക്കുന്നു, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, അങ്ങനെയാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും, ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് എഫ്. ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് എഫ്. എവിടെ ഫോം ചെയ്യും, എഫിൽ ഫോം ചെയ്യും. സോ n1 ബൈ ഇൻഫിനിറ്റി പ്ലസ് n1 ബൈ എഫ് അല്ലേ, വിക്ക് പകരം എഫ് ഈക്വൽ ടു n2 മൈനസ് n1, അതിൽ മാറ്റമൊന്നുമില്ല, 1 ബൈ r1 പ്ലസ് 1 ബൈ r2 ഫോക്കസിനെ ബേസ് ചെയ്ത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഗെയിൻ അല്ലേ, എഫ് രണ്ടെണ്ണം ഉണ്ട് പ്ലസ് ഓർ മൈനസ്, അതുകൊണ്ട് എഗെയിൻ വി ആർ ടേക്കിംഗ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ സിസ്റ്റം. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ, വി ഗെറ്റ് n1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ
1/∞ 0 ആണ്. നമുക്ക് മാച്ച് കളഞ്ഞേക്ക്, ഇനി ആവശ്യമില്ല. 1/∞ എന്താണ്? 0 ആണ്. 1/∞ 0 ആയതുകൊണ്ട് n1/∞ ഈക്വൽ ടു 0. സോ n1/f ഈക്വൽ ടു n2 മൈനസ് n1. R1 എന്നുള്ളത് ഫസ്റ്റത്തേൻ്റെ കാര്യത്തിലായിരുന്നു. അത് R1 ആ സൈഡിലോട്ടായിരുന്നു, പ്ലസ് ആണ്. 1/R1 പ്ലസ് ആണ്. നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഫിഗർ മാച്ച് കളഞ്ഞു. ഇത് മൈനസ് ആണ്. സോ 1/R2 അതിവിടെ ഉണ്ട്, ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. സോ R2 ഈസ് മൈനസ്. സോ n1/f ഈക്വൽ ടു n2 മൈനസ് n1 1/R1 മൈനസ് 1/R2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ. നോക്കൂ, എല്ലാ ടേമിനെയും n1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് 1/f. കാരണം n1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ n1 ക്യാൻസൽ ആയിപ്പോയി. ഈക്വൽ ടു n2/n1 മൈനസ് 1. n1/n1 1. 1/R1 മൈനസ് 1/R2. ഇതാണ് നമ്മൾ പറയുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്ന ഇക്വേഷൻ. ദിസ് ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. 1/f ഈക്വൽ ടു n2/n1 മൈനസ് 1 1/R1 മൈനസ് 1/R2. ഇതിൽ n2/n1നെ നമുക്ക് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. 1/f ഈക്വൽ ടു n മൈനസ് 1 1/R1 മൈനസ് 1/R2 എന്ന് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഓൾസോ, ഇതും എന്ത് തന്നെയാണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല തന്നെയാണ്. ഓക്കെ, റൈറ്റ്. ഇതാണ് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഡെറിവേഷൻ.